അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുദല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമുണ്ടാകുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ തീർത്തു തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്ക് റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആൻ എല്ലാ കാര്യത്തിലും പരിഹാരമാർഗമാണ് എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളുടെയും എല്ലാ ആയത്തുകളുടെയും മഹത്വങ്ങൾ ഒരുപാട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകളുടെ മഹത്വങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ചില മഹാന്മാർ കിതാബുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു കിതാബ് വരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സൂറത്തിൻ്റെ മഹത്വങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹ് നമ്മൾ ഓതിയാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന മഹത്വങ്ങളെക്കുറിച്ചിട്ടും നേട്ടങ്ങളെക്കുറിച്ചിട്ടും ഗുണഫലങ്ങളെക്കുറിച്ചിട്ടും വ്യക്തമായി കിതാബുകളിൽ പറയുന്നുണ്ട്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്തുൽ ഫത്ഹ് ഈ പരിശുദ്ധമായ റമദാൻ മാസം തീരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓതിയാൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് നേട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ മാത്രമല്ല അല്ലാത്ത മാസങ്ങളിലും നിങ്ങൾ ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വലിയ വിജയമായിരിക്കും ഇതുകൊണ്ട് ഉണ്ടാകുക. എന്നാൽ ഞാൻ ഈ പരിശുദ്ധമായ റമദാൻ മാസം പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൻ്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ധാരാളം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണം. നമുക്കൊക്കെയും ധാരാളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയുള്ളവരാണ്. അതൊക്കെയും പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അല്ലാഹുവിനോട് ധാരാളം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. മാത്രമല്ല നമ്മൾ ഈ മാസം ചെയ്യുന്ന എല്ലാ അമലുകൾക്കും വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. ഒരു സുന്നത്ത് ചെയ്താൽ അതിന് ഫർളിൻ്റെ കൂലിയാണ് നമുക്ക് ലഭിക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് തന്നെ ധാരാളമാണ്. മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും എല്ലാ കടങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ വിഷമങ്ങളും എല്ലാ ദുരിതങ്ങളും എല്ലാം ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ രക്ഷപ്പെടുത്തും. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യമുള്ള നല്ല ബറക്കത്തുള്ള നല്ല സന്തോഷമുള്ള ഒരു ജീവിതം നമുക്ക് നൽകുകയും ചെയ്യും.
ചുരുക്കി പറഞ്ഞാൽ ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരു ടെൻഷനും ഉണ്ടാകില്ല. മനസ്സിന് എല്ലാ സമയത്തും നല്ല സന്തോഷമായിരിക്കും ഉണ്ടാകുക. ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നത് കൊണ്ട് നിങ്ങളുടെ ആവശ്യം ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഈ സൂറത്ത് ഓതാൻ. മാത്രമല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് ഈ സൂറത്ത് ഓതുന്നത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഇത് ഓതാൻ. അങ്ങനെ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിക്കോട്ടെ, അത് എത്ര വലിയ ആഗ്രഹമായിക്കോട്ടെ, അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. നമുക്കറിയാം ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുമൊക്കെയുണ്ട്. പല രോഗങ്ങൾ കൊണ്ടും പല ചികിത്സകളും നടത്തിയിട്ടും ആ രോഗത്തിനൊരു മാറ്റവുമില്ലാതെ എന്നും വേദനയോടുകൂടിയും പ്രയാസത്തോടുകൂടിയും വിഷമത്തോടുകൂടിയും ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്ന ധാരാളം ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെയുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ സൂറത്ത് ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ രോഗം നിങ്ങൾക്ക് സുഖപ്പെട്ട് കിട്ടുന്നതാണ്. മാത്രമല്ല പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ മാരകമായ രോഗങ്ങൾ തന്ന് നിങ്ങളെ പരീക്ഷിക്കുകയുമില്ല. അതുപോലെ തന്നെ ഇന്ന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒന്നാണ് കടം എന്നുള്ളത്. വലിയ കടക്കെണിയിൽ കുടുങ്ങി ജീവിതം തന്നെ മടുത്ത് നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അതിൽ നിന്നൊക്കെയും ഒരു രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ആ കടങ്ങൾ വീട്ടാനുള്ള പല നല്ല ഹലാലായ മാർഗങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരും. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് കടമുണ്ടാകില്ല, സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും, പണത്തിനൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകില്ല. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത്. മാത്രമല്ല ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകില്ല, എല്ലാ സമയത്തും നല്ല മനസ്സമാധാനമാകും. മാത്രമല്ല അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ അവർക്ക് നിറവേറി കിട്ടും. അതായത് ഓരോരുത്തരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് പറയാൻ സാധിക്കില്ല, അത്രയധികം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് നമുക്ക് നിറവേറ്റി തരും. അപ്പോൾ നമ്മൾ ഓതേണ്ട ആ വലിയ മഹത്വമുള്ള സൂറത്ത് ഇതാണ്, സൂറത്തുൽ ഫത്ഹ്. ഈ സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ ഓതേണ്ടത് 41 എണ്ണമാണ്. ഈ സൂറത്ത് നിങ്ങൾ 41 വട്ടം നിങ്ങൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഓതി തീർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്രയാണോ ഓതുന്നത് അത് നിങ്ങൾ കണക്ക് വെക്കുക. എന്നിട്ട് 41 വട്ടം ആകുമ്പോൾ അതിനുശേഷം നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഈ കാര്യം ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്യുന്ന ഈ കാര്യം പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയാൻ കാരണം. അപ്പോൾ സൂറത്തുൽ ഫത്ഹ് 41 പ്രാവശ്യം ഓതിയതിന് ശേഷം നിങ്ങൾ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ നിങ്ങൾ 486 പ്രാവശ്യം ചൊല്ലുക. യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഈ ഇസ്മിൻ്റെ അർത്ഥം വിജയിപ്പിക്കുന്നവൻ, വിജയിപ്പിച്ച് തരുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്.
ഈ ഇസ്മ ധാരാളമായിട്ട് പതിവാക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുക. ഒരു വിജയത്തിൻ്റെ ഒരു ഇസ്മാണിത്. ഇത് ചെല്ലുന്നവരൊക്കെ എല്ലാ സ്ഥലത്തും അവർക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിറവേറി കിട്ടും. എൻ്റെ റബ്ബ് എൻ്റെ ആവശ്യം ഉറപ്പായിട്ടും എനിക്ക് നിറവേറ്റി തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആ ആവശ്യം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. നമുക്ക് തന്നെ അറിയാം എത്രയോ ആളുകളുണ്ട്, എല്ലാ കഴിവുകളും എല്ലാ അറിവുകളും എല്ലാ സാമർഥ്യവും എല്ലാം ഉണ്ടായിട്ട് തന്നെ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ട് തന്നെ പോകുന്നത്. ദാരിദ്ര്യത്തോടു കൂടി ധാരാളം അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. എന്നാൽ വലിയ കഴിവുകളൊന്നുമില്ലാത്ത, വലിയ അറിവുകളൊന്നുമില്ലാത്ത, വലിയ സാമർഥ്യമൊന്നുമില്ലാത്ത, വലിയ ആരോഗ്യമൊന്നുമില്ലാത്ത, വലിയ ബുദ്ധിശക്തിയൊന്നുമില്ലാത്ത ധാരാളം ആളുകളുണ്ട്. വലിയ രീതിയിൽ ജീവിതത്തിൽ ഉയരുന്ന ആളുകൾ, അത് സാമ്പത്തികമായിട്ടൊക്കെ നല്ല രീതിയിൽ ഉയരുന്ന ധാരാളം ആളുകളുണ്ട്. അതൊക്കെയും അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അല്ലാതെ നമ്മൾ സ്വയം വലിയ ശക്തിമാനാണ്, വലിയ ബുദ്ധിമാനാണ്, വലിയ വിദ്യാഭ്യാസമുള്ളവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നൊക്കെ കരുതി നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അതിൽ നമ്മൾ കരുതിയ പോലെ അത് വിജയിച്ചെന്ന് വരില്ല. ചിലപ്പോൾ അത് പരാജയപ്പെട്ടേക്കാം. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച ഖുർആൻ ഓതിയിട്ടും ദിക്റുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടുമൊക്കെ അള്ളാഹുവിനോട് ധാരാളമായിട്ട് ദുആ ചെയ്യുക, ധാരാളം ദുആ അധികരിപ്പിക്കുക. അത് ഈ മാസം പോലെയുള്ള പരിശുദ്ധമായ മാസങ്ങളിലും രാവുകളിലും ദിവസങ്ങളിലും നല്ല നല്ല സമയങ്ങളിലുമൊക്കെ നിങ്ങൾ ധാരാളം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ പഠിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പതിവാക്കുവാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയമുണ്ടാകുവാനും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.